സാംസ്കാരിക മന്ത്രി സജി ചെറിയാന്റെ പ്രസ്താവന കേരളീയ സമൂഹമാകെ ചർച്ച ചെയ്യുകയാണ്. വർഗീയ പരാമർശമായിരുന്നു അത് എന്ന കാര്യത്തിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. മലപ്പുറം, കാസർഗോഡ് ജില്ലകളുമായി ബന്ധപ്പെടുത്തിയായിരുന്നു വർഗീയ പരാമർശം. മന്ത്രി ഇപ്പോൾ തിരുത്തുന്നു. അതാണ് ഈ മണിക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. സജി ചെറിയാൻ തിരുത്തുന്നു, വാക്കുകൾ വളച്ചൊടിച്ചു എന്ന പ്രസ്താവനയാണ് ഇപ്പോൾ വരുന്നത്. ഒരു പ്രസ്ഥാന ഔദ്യോഗികമായി സജി ചെറിയാൻ മത്സ്യബന്ധനം, സാംസ്കാരിക യുവജന കാര്യ വകുപ്പ് മന്ത്രി, കേരള സർക്കാർ എന്ന ഔദ്യോഗിക ലെറ്റർ ഹെഡിൽ സജി ചെറിയാന്റെ വിശദീകരണം ഇപ്പോൾ വരികയാണ്. ആ വിശദീകരണത്തിൽ പറയുന്നത്, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ വാക്കുകളെ വളച്ചൊടിച്ച് ഒരു വിഭാഗത്തിനെതിരെ പറഞ്ഞു എന്നതിൽ നടത്തുന്ന പ്രചാരണം എന്നെ വളരെയധികം വേദനിപ്പിച്ചു, സമൂഹത്തിനും വേദനിച്ചിരുന്നു. അക്കാര്യം അദ്ദേഹം പറയുന്നില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്നുവരെ സ്വീകരിച്ചതും പുലർത്തിയതുമായ മതനിരപേക്ഷമായ എൻ്റെ നിലപാടിനെ വ്രണപ്പെടുത്തുന്നതാണ് ഇപ്പോൾ നടക്കുന്ന വസ്തുതാവിരുദ്ധമായ പ്രചാരണങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വാർത്താക്കുറിപ്പ്, ഒരു പ്രസ്താവനയാണ്, ഒരു തിരുത്തലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. CK അഭിലാലുണ്ട്. അഭിലാൽ, വിവരങ്ങൾ. വാർത്താസമ്മേളനം വിളിച്ച കാര്യങ്ങൾ വിശദീകരിക്കുമെന്നുള്ളതായിരുന്നു നേരത്തെ അറിയിച്ചതെങ്കിൽ അതൊരു പക്ഷേ ചില ചോദ്യങ്ങളോട് വ്യത്യസ്തമായ രീതിയിൽ പ്രതികരിക്കുകയും അത് കൂടുതൽ വിവാദങ്ങളിലേക്ക് പോകാനുള്ള സാധ്യത കൂടി കണക്കിലെടുത്ത് ജാഗ്രതയുടെ ഭാഗമായി കൂടിയാണ് മന്ത്രി സജി ചെറിയാൻ വാർത്താക്കുറിപ്പ് ഇപ്പോൾ ഇറക്കിയിട്ടുള്ളത്. അതിന്റെ പൂർണ്ണരൂപം ഇപ്രകാരമാണ്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ വാക്കുകളെ വളച്ചൊടിച്ച് ഒരു വിഭാഗത്തിനെതിരെ പറഞ്ഞു എന്ന നിലയിൽ നടത്തുന്ന പ്രചരണം എന്നെ വളരെയധികം വേദനിപ്പിക്കുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്നുവരെ സ്വീകരിച്ചതും പുലർത്തിയതുമായ മതനിരപേക്ഷതയെ എന്റെ നിലപാടിനെ വ്രണപ്പെടുത്തുന്നതാണ്, മതനിരപേക്ഷമായ എന്റെ നിലപാടിനെ വ്രണപ്പെടുത്തുന്നതാണ് ഇപ്പോൾ നടക്കുന്ന വസ്തുതാവിരുദ്ധമായ പ്രചാരണങ്ങൾ. മതചിന്തകൾക്ക് അതീതമായി എല്ലാ മനുഷ്യരെയും ഒരുപോലെ ജാതി മത വ്യത്യാസമില്ലാതെ സ്നേഹിക്കുകയും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന എന്റെ പൊതുജീവിതത്തെ വർഗീയതയുടെ ചേരിയിൽ നിർത്തി ചോദ്യം ചെയ്യുന്നത് ഒരിക്കലും സഹിക്കാൻ കഴിയുന്ന കാര്യമല്ല. രാജ്യത്താകമാനം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെ ആക്രമണം നടത്തുമ്പോൾ അതിനെതിരെ നിരന്തരം ശക്തമായി പ്രതികരിക്കുന്ന CPIM പ്രവർത്തകൻ എന്ന നിലയിൽ കഴിഞ്ഞ 42 വർഷക്കാലത്തെ എന്റെ പൊതുജീവിതം ഒരു വർഗീയതയോടും സമരസപ്പെട്ടിട്ടില്ല. ഇതിന്റെ എല്ലാം ഫലമായി ഒരുപാട് തിക്താനുഭവങ്ങൾ എനിക്ക് നേരിടേണ്ടി വന്നിട്ടുമുണ്ട്. അത് എന്റെ പ്രസ്താവന വളച്ചൊടിച്ചതാണെങ്കിലും ആ പ്രചാരണം എന്റെ സഹോദരങ്ങൾക്ക് പ്രയാസവും വേദനയും ഉണ്ടാക്കിയതായി ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ ബഹുമാനിക്കുന്ന ചില വ്യക്തികളും ആത്മീയ സംഘടനകളും ആത്മീയ നേതാക്കളും എന്നെ തെറ്റിദ്ധരിച്ചു എന്നതും എന്നെ ഏറെ വിഷമത്തിലാക്കുന്നു. ഞാൻ പറഞ്ഞതിൽ തെറ്റിദ്ധരിച്ച് എന്റെ ഉദ്ദേശശുദ്ധിയെ മനസ്സിലാക്കാതെ ആർക്കെങ്കിലും വേദനയോ പ്രയാസമോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പ്രസ്താവന സജി ചെറിയാൻ അവസാനിപ്പിക്കുന്ന. ചുരുക്കത്തിൽ മലപ്പുറം, കാസർഗോഡ് അവിടുത്തെ പേരുകൾ പരിശോധിച്ചാൽ മതി. അക്കാര്യത്തിൽ പക്ഷേ ഒരു വിശദീകരണവും കാണുന്നില്ലല്ലോ. ഇനി വിശദീകരിച്ചാൽ കൂടുതൽ കുളമാകും എന്ന തോന്നൽ കൊണ്ടാണോ ഈ പ്രസ്താവന പരിപൂർണമായി പിൻവലിക്കുന്നു എന്ന് പറയുമ്പോഴും അത് പറഞ്ഞതിന്റെ സാഹചര്യം എന്താണ്, സാങ്കത്യം എന്താണ്, ആ പ്രസ്താവന പരിപൂർണമായി തെറ്റാണ് എന്ന് പറയുന്നുണ്ടോ? ഒറ്റനോട്ടത്തിൽ നോക്കുമ്പോൾ അങ്ങനെ അക്കാര്യത്തിലൊരു വിശദീകരണം ഈ പ്രസ്താവനയിൽ കാണുന്നില്ല. എല്ലാവരും തെറ്റിദ്ധരിച്ചു, എല്ലാവരും എന്നെ തെറ്റായി ചിത്രീകരിച്ചു, എൻ്റെ രാഷ്ട്രീയ പാരമ്പര്യം ഇതാണ്, അതിനപ്പുറത്തേക്ക് അതിൻ്റെ മെറിറ്റിലേക്ക് എന്നാണ് വരാത്തത് എന്നൊരു ചോദ്യം കൂടി ഉണ്ടാകില്ലേ സ്വാഭാവികമായും? CPI നേതൃത്വത്തിന്റെ കടുത്ത നിർദ്ദേശം, അതായത് അത് പരിഗണിച്ചുകൊണ്ടാണ് ഇദ്ദേഹം വാർത്താക്കുറിപ്പിലൂടെ കാര്യങ്ങളെ വിശദീകരിച്ചത്. മാധ്യമങ്ങൾക്ക് മുൻപാകെ എത്തിയാൽ ഒരുപക്ഷെ കൂടുതൽ വിവാദങ്ങളിലേക്ക് പരാമർശങ്ങൾ വന്നു ചേരാനുള്ള ഇടകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു വാർത്താക്കുറിപ്പിലൂടെ അദ്ദേഹം കാര്യങ്ങളെ വിശദീകരിച്ച് മയപ്പെടുത്താനുള്ള ശ്രമം നടത്തുന്നത്. ഏറ്റവും അവസാനത്തെ സെന്റൻസ്, ഞാൻ നടത്തിയ പ്രസ്താവന പിൻവലിക്കുന്നു എന്നാണ്. ചുരുക്കത്തിൽ തനിക്ക് തെറ്റ് സംഭവിച്ചു എന്നുള്ള കാര്യം അദ്ദേഹം ഇൻഡയറക്റ്റായി സമ്മതിക്കുകയും കൂടി ചെയ്യുകയാണ്. എന്റെ പ്രസ്താവന വളച്ചൊടിച്ചതാണെങ്കിലും ആ പ്രചാരണം എന്റെ സഹോദരങ്ങൾക്ക് പ്രയാസവും വേദനയും ഉണ്ടാക്കിയതായി ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ ബഹുമാനിക്കുന്ന ചില വ്യക്തികളും ആത്മീയ സംഘടനകളും ആത്മീയ നേതാക്കളും എന്നെ തെറ്റിദ്ധരിച്ചു എന്നതും എന്നെ വേദനിപ്പിക്കുന്നു. ഞാൻ പറഞ്ഞതിൽ തെറ്റിദ്ധരിച്ച് എൻ്റെ ഉദ്ദേശശുദ്ധിയെ മനസ്സിലാകാതെ ആർക്കെങ്കിലും വേദനയോ പ്രയാസമോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുന്നു. ഞാൻ നടത്തിയ പ്രസ്താവന പിൻവലിക്കുന്നു. അത് നല്ല കാര്യമാണ്. അവസാനത്തെ 2 വാചകങ്ങൾ അത് ഉചിതമായി മാറുന്നുണ്ട്. ഇപ്പോൾ ഞാൻ നടത്തിയ പ്രസ്താവന പിൻവലിക്കുന്നു, നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുന്നു. പക്ഷേ അതുവരെ പറഞ്ഞതൊക്കെ ഞാൻ ഇതുവരെ മതനിരപേക്ഷ നിലപാട് സ്വീകരിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളാണ്. ചിലർ എന്നെ തെറ്റിദ്ധരിച്ചു എന്നതാണ്, മാധ്യമങ്ങൾ വളച്ചൊടിച്ചു എന്നതാണ്. പക്ഷേ അവിടെ എവിടെയും ഈ പറഞ്ഞ പ്രസ്താവന മെറിറ്റിലേക്ക് കടക്കുന്നില്ല. പോട്ടെ, തന്നെ പ്രസ്താവന പിൻവലിച്ചു.